എടി ബെല്ലടിച്ചു, സിസ്റ്റർ ഇപ്പൊ വരും. പെട്ടെന്ന് പോടി, വേഗം വാ. ഓ ഇത് അടയൊന്നുമില്ല. അതൊക്കെ മതി, വാ. ഓടിക്കോടി, സിസ്റ്റർ ഇപ്പൊ വരും. ഞാൻ ഓടുവല്ലേ. ഗുഡ് ആഫ്റ്റർനൂൺ സിസ്റ്റർ. പെട്ടു മോളെ, പെട്ടു. വിട്ടൂടി. Silence. Good morning, sister. Good morning. Sit down. ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കാത്തവർക്ക് ഇന്ന് ഗെയിം ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. എന്താ അലീന, മുഖത്തൊരു വല്ലായ്മ എന്തോ ഉണ്ടല്ലോ. ഏയ് ഒന്നുമില്ല സിസ്റ്റർ. എന്നാ പറ്റിയടി? ഒന്നുമില്ലല്ലോ. എന്തോ ഉണ്ട്, ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല. നടക്കട്ടെ നടക്കട്ടെ. അലീനേനെ കണ്ടില്ലല്ലോ. അവൾ ആ സ്റ്റെപ്പ് വഴി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഈയിടെയായിട്ട് അവൾക്ക് എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്നാ നമുക്ക് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. വാ, കമോൺ വാ. വാ വാ. ഇവളിത് എങ്ങോട്ടാ? മിണ്ടാതെ പാടി. എനിക്ക് വിശക്കുവാ. മിണ്ടാതെ നടക്കടി. ആരെയും കാണുന്നുണ്ടോ? ദേ പോണു. വാ വാ. ശബ്ദം ഉണ്ടാക്കാൻ നടക്കടി. വേഗം വാ, പോവാ. ഇത് നടന്ന് എങ്ങോട്ടാണാവോ? വേഗം നടക്ക്. നേരെ കുറെ ആയി നടപ്പ് തുടങ്ങിയിട്ട്. എനിക്ക് വിശക്കുവാ, ഞാൻ തിരിച്ചു പോവാ.
വീട്ടിലേക്കാ കേറിയിരിക്കുന്നേ. കുനിഞ്ഞു വാ. വാടി, നമുക്ക് മതിലിന്റെ വെളിയിൽ നിന്ന് നോക്കാം. നോക്കടി, അവൾ ആരോടും സംസാരിക്കാൻ തുടങ്ങി. ഇടി അവിടെ അവിടെ. എടി ദേ നോക്ക്. ഇടി ഇതിപ്പോ സ്ഥിരമാണല്ലേ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്നാലും അവളിത് എന്ത് ഭാവിച്ച? കേട്ടിട്ടില്ലേ മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കൂന്ന്? എടി, ഈ വിൻഡോ പ്രേമം നമുക്കൊന്ന് പൊളിക്കണം. നാളെ എന്തായാലും ഇവളെ നമുക്ക് പൊക്കണം. ഇന്ന് നമ്മൾ പുറകെ വന്ന് അവൾ അറിയണ്ട. കണ്ടടി, കണ്ടോ? ഓടിക്കോ. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. രണ്ടാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. മൂന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. നാലാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. അഞ്ചാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. ഏയ്, നിർത്ത്. അവള് പോയി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബാ. ഇന്ന് നമ്മൾ അവളെ പൊക്കും. കമോൺ. ചെല്ല് പെട്ടെന്ന്. അവൾ ടാറ്റ കൊടുത്തു തുടങ്ങി. ചെല്ലടി, ധൈര്യമായിട്ട് പോ. ഞങ്ങളോട് നിന്റെ കൂടെ. ഓ പിന്നെ, വലിയ യുദ്ധമല്ലേ നടക്കുന്നേ, ഒന്ന് പോടി. എടി ചെല്ല്. എടി എന്നാ പറ്റിയേ? ആരാ?
ഇന്ന് എല്ലാരും ഉണ്ടല്ലോ. ഇവളുടെ കള്ളത്തരം നിങ്ങൾ കൈയോടെ പൊക്കിയല്ലേ? അത് പിന്നെ സിസ്റ്റർ, ഞങ്ങൾ സാരമില്ല മക്കളെ, ഇങ്ങനെയും ലവ് സ്റ്റോറികളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഈ സിസ്റ്റർ അമ്മ ഉള്ളത് കൊണ്ടാണ് എൻ്റെ അപ്പച്ചൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഈ അമ്മമാരുടെ അനാഥാലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഈ അപ്പച്ചൻ സമ്മതിക്കില്ല. അത് പിന്നെ എല്ലാവർക്കും സ്വന്തം വീട്ടിൽ താമസിക്കണമെന്നല്ലേ മോളെ? അപ്പൊ പിന്നെ എല്ലാ ദിവസവും ക്ലാസ്സും കഴിഞ്ഞ് സിസ്റ്റർ ഇവിടെ വന്ന് അപ്പച്ചനെ തുടച്ച് മരുന്നും കൊടുത്തു പോകും. ഇപ്പോ അപ്പച്ചന് തീരെ വയ്യാതായി. ഇനി ഞങ്ങളങ്ങ് കൊണ്ടുപോകുക അപ്പച്ചനെ. നീ എന്താടി ആലോചിക്കുന്നേ? ഈ സിസ്റ്റർ അല്ലേ നമ്മുടെ അടുത്തുള്ള സ്കൂളില് കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നത്? അതെ അതെ, ആ സിസ്റ്റർ തന്നെയായത്. സ്കൂളിലെ പഠിപ്പീരും ജോലിയും എല്ലാം കഴിഞ്ഞാണ് സിസ്റ്റർ ഇവിടെ വരുന്നത്. ഇവളുണ്ടെങ്കിലും ഈ അപ്പച്ചന് സ്പെഷ്യൽ കെയർ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് മദറിനോട് പറഞ്ഞിട്ട് എന്നും വൈകുന്നേരം ഞാനിവിടെ വരുന്നത്. ഞാനും വരട്ടെ സിസ്റ്റർ അമ്മയുടെ കൂടെ? പിന്നെന്താ മോളെ, മോള് മാത്രമല്ല, മോളെ പോലെയുള്ള ഒരുപാട് പേര് വരണം ഇതുപോലുള്ള അപ്പനമ്മമാർക്ക് താങ്ങും തണലുമാകാൻ. മാത്രവുമല്ല, വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് വിദ്യയോടൊപ്പം ആത്മീയതയും പകർന്ന് അവർക്ക് നല്ല ദിശാബോധം നൽകാൻ ഇനിയും ഒത്തിരി പേരെ ആവശ്യമുണ്ട്. എടി, നീ ഇതെന്തറിഞ്ഞിട്ടാ നിന്നെ ഒരു IAS കാരിയാക്കാൻ വേണ്ടിട്ടാ നിന്റെ വീട്ടുകാർ നോക്കുന്നത്? അതൊന്നും കുഴപ്പമില്ലാന്നേ, എന്റെ അപ്പച്ചനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം മോളെ. കണ്ടില്ലേ, പ്രകൃതി പോലും നിന്റെ തീരുമാനത്തിൽ സന്തോഷിക്കുന്നത്. മോളെ, നിന്റെ തീരുമാനത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ന്യൂജൻ കുട്ടികൾക്ക് സന്യാസം എന്ന് കേൾക്കുന്നതേ പുച്ഛമാ. സിസ്റ്റർ, ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാ. സന്യാസത്തെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരോട് സന്യാസത്തിന്റെ വില എന്തെന്ന് വിളിച്ചു പറയണമെന്ന് എനിക്ക് തോന്നി. മോളെ, സന്യാസത്തിന്റെ സുഖവും സംതൃപ്തിയും അതിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. പുറമേ നിന്ന് കാണുന്നവർക്ക് ഇതൊക്കെ ഒരു പ്രഹസനമായേ തോന്നൂ. എനിക്കറിയാം സിസ്റ്റർ, കുറ്റിച്ചെടികൾക്കുള്ളിലും കടത്തിനുകളിലും വലിച്ചെറിയപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ, അവർക്ക് അമ്മയുടെ ചൂട് നൽകാൻ നിങ്ങൾക്കേ സാധിക്കൂ. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് തെരുവിൽ വലിച്ചെറിയപ്പെടുന്ന മനുഷ്യജന്മങ്ങൾക്ക് സ്നേഹവും സംരക്ഷണവും നൽകാൻ നിങ്ങൾക്കേ കഴിയൂ. മക്കൾ വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടിട്ടു പോകുമ്പോൾ അവർക്കൊരു തുള്ളി വെള്ളം നൽകുവാൻ നിങ്ങളേ ഉള്ളൂ. അവർക്കൊരു നേരത്തെ ഭക്ഷണം നൽകുവാൻ നിങ്ങളേ ഉള്ളൂ. അക്ഷരം പകരാൻ ആർക്കും കഴിയും. അക്ഷരത്തോടൊപ്പം ആത്മീയതയും പകരുന്ന അധ്യാപകരാവാൻ നിങ്ങൾക്കേ കഴിയൂ. ആർക്കും വേണ്ടാത്തവർക്ക് ആരെങ്കിലും ഒക്കെ ആകുവാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സിസ്റ്റേഴ്സ്. വഴിതെറ്റിപ്പോയ യുവജനങ്ങളെ താങ്ങുവാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ സിസ്റ്റേഴ്സ്. കുഞ്ഞേ, സന്യാസത്തിന്റെ മഹാത്മ്യം എത്ര ആനന്ദത്തോടെയാ നീ പറയുന്നത്. നിന്നെ പോലെ തന്നെ ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്ത കുറെ കുട്ടികൾ ഇന്ന് ഞങ്ങളോടൊപ്പമുണ്ട്. മോളെ അലീന, നീ ഹോസ്റ്റലിൽ നിന്ന് പലപ്പോഴും പുറത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ സിസ്റ്ററിനെ കാണാനായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു മോളെ. മോളെ, നിന്റെ ഉദ്ദേശശുദ്ധി എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. മോളെ, ഈ സമൂഹം മുഴുവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെപ്പോലുള്ള സന്യാസിനികൾ ഇല്ലായിരുന്നെങ്കിൽ എത്രയോ പേർ തെരുവിൽ കടന്ന് മരിച്ചേനെ. എത്രയോ പേർ ഒരു നേരത്തെ ആഹാരത്തിനായി തെരുവിൽ കടന്ന് അലഞ്ഞേനെ. ആർക്കും വേണ്ടാത്തവർക്ക് ആരൊക്കെയോ ആവുകയാണ് നിങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നു സിസ്റ്റർ, ഞാൻ തിരഞ്ഞെടുത്ത ഈ സന്യാസത്തിന് വജ്രത്തെക്കാൾ മൂല്യമുണ്ട്.
ശരിക്കുള്ള എന്റെ ലവ് സ്റ്റോറി ഞാൻ ഇന്നിവിടെ തുടങ്ങുകയാണ്.